ഹായ് ഡിയർ സ്റ്റുഡൻസ്, മക്കളെ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പം ഈ ചാപ്റ്ററിൽ നിന്ന് ഏത് ടോപ്പിക്കിൽ നിന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് എന്ന് ചോദിച്ചാൽ സൊല്യൂഷൻ, മെത്തേഡ്സ് ഓഫ് സൊല്യൂഷനിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ആ ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ചുകൂടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Solve the following homogeneous differential equation. അപ്പോൾ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതൊരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന്. അപ്പം ഈ ക്വസ്റ്റ്യനിൽ ഷോ ദാറ്റ് ഇറ്റ് ഈസ് എ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് സോൾവ് എന്നാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ആ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഹോമോജീനിയസ് എന്ന് പ്രൂവ് ചെയ്ത് കാണിക്കണം. ഹോമോജീനിയസ് എന്ന് പ്രൂവ് ചെയ്ത് കാണിക്കുന്നത് എഫ് ഓഫ് ലാംഡ എക്സ് ലാംഡ വൈ ഇസ് ഈക്വൽ ടു ലാംഡ റേസ് ടു 0 എഫ് ഓഫ് എക്സ് വൈ എന്ന് എഴുതാൻ പറ്റുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെയാണ് ഹോമോജീനിയസ് എന്ന് പറയുന്നത്. സോ അത് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിച്ചതിന് ശേഷം വേണം സോൾവ് ചെയ്യാനായിട്ട്. ഈ ക്വസ്റ്റ്യനിൽ ഹോമോജീനിയസ് എന്ന് ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതനുസരിച്ച് അതിൻ്റെ മെത്തേഡ് അങ്ങ് ഫോളോ ചെയ്താൽ മതി. x into dy by dx is equal to x plus y. ഈ dy by dxൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആക്കണം. അതിനായിട്ട് x കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ dy by dx is equal to 1 plus y by x. നമുക്കറിയാം dy by dx ആണെങ്കിൽ ഹോമോജീനിയസിൻ്റെ കേസിൽ പുട്ട് y is equal to vx എന്നും dy by dxനും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഇനി dx by dy എന്നാണെങ്കിൽ എന്തായിരിക്കണം? പുട്ട് x is equal to vy എന്ന് കൊടുത്തിട്ട് dx by dyക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഇവിടെ dy by dx ആയതുകൊണ്ട് പുട്ട് y is equal to vx or y by x is equal to v എന്നും പറയും. And dy by dx is equal to v plus x into dv by dx. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ തന്നെ ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അന്നേരം ആ ഇക്വേഷൻ എന്തായിട്ട് മാറും? v plus x into dv by dx is equal to 1 plus y by x എന്ന് പറയുന്നത് v ആണ്. സോ 1 plus v. v cancelled. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ആ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് അപ്ലൈ ചെയ്യാവുന്ന ഒരു ഫോമാറ്റിലാണ് കിടക്കുന്നത് അല്ലേ. അപ്പം വേരിയബിൾ സെപ്പറബിൾ ചെയ്യുക. അന്നേരം എന്ത് കിട്ടും? ഡി വി ഇസ് ഈക്വൽ ടു 1 by x dx എന്ന് പറഞ്ഞ് കിട്ടും. അതിനുശേഷം സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഡി വി വിത്ത് റെസ്പെക്ട് ടു വി എന്ന് പറയുമ്പോൾ വി ആണ് ആൻസർ, വിച്ച് ഈസ് ഈക്വൽ ടു ലോഗ് എക്സ്. ഇവിടെ ലോഗ് വന്നതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ലോഗ് സി എന്ന് കോൺസ്റ്റന്റ് എടുക്കാം, അല്ലെങ്കിൽ സി എന്ന് വേണമെങ്കിലും എടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇവിടെ ഞാൻ ലോഗ് സി എന്ന് എടുത്ത് കാണിക്കാം. സോ പ്ലസ് ലോഗ് സി. വി ഈസ് ഈക്വൽ ടു ലോഗ് എ പ്ലസ് ലോഗ് ബി. ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറയുന്നത് ലോഗ് എ ബി ആണ്, ദാറ്റ് ഈസ് ലോഗ് എക്സ് സി ആണ്. ഇനിയും ചെയ്യേണ്ടത് വിക്ക് റീപ്ലേസ് ചെയ്യണം. കാര്യം വി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത കാര്യമാണ്, അതിനെ റീപ്ലേസ് ചെയ്യണം. വി എന്ന് പറയുന്നത് y by x ആണ്, വിച്ച് ഇംപ്ലൈസ് y by x is equal to log xc. Taking anti-log on both sides, e raised to y by x is equal to xc എന്ന് പറഞ്ഞ് എഴുതാം. ഇത് എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇനി ആൻറ്റിലോഗ് എടുത്തില്ലെങ്കിൽ y is equal to ഓർ ഇട്ട് ചെയ്ത് കാണിക്കാം. y is equal to x into log xc എന്ന് വേണമെങ്കിലും എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ഏറ്റവും കൂടുതലും ചോദിക്കുന്നത് ഹോമോജീനിയസ് അതുപോലെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരു എസ്സേ ക്വസ്റ്റ്യൻ എപ്പോഴും ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാറുണ്ട്. Next, find the particular solution of the differential equation dy by dx is equal to x plus y by x, y of 1 is equal to 0. അപ്പോൾ പെർട്ടിക്കുലർ സൊല്യൂഷൻ ആണ്. അപ്പോൾ നമുക്കറിയാം പെർട്ടിക്കുലർ സൊല്യൂഷനിൽ ആർബിട്രറി കോൺസ്റ്റൻസ് ഇല്ല, അതായത് സി എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ഇല്ല. സിയുടെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. ആ വാല്യൂ കണ്ടുപിടിക്കാനായിട്ടാണ് ഇവിടെ y of 1 is equal to 0 എന്ന് തന്നിരിക്കുന്നത്. y of 1 means x is equal to 1, then y is equal to 0 എന്ന് പറഞ്ഞാൽ അല്ലേ.
അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ജനറൽ സൊല്യൂഷൻ ആദ്യം കണ്ടുപിടിക്കണം. അതിനുശേഷം സിയുടെ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് പർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടുന്നത്. സോ dy by dx ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ബൈ എക്സ്. എക്സ് കൊണ്ട് ഓരോന്നിനെയും ഡിവൈഡ് ചെയ്യുമ്പോൾ dy by dx ഇസ് ഈക്വൽ ടു 1 പ്ലസ് വൈ ബൈ എക്സ് എന്ന് നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റും. ഇപ്പോൾ വൈ ബൈ എക്സ് ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റുവാണെങ്കിൽ നമുക്ക് വി എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. പുട്ട് y ഇസ് ഈക്വൽ ടു, ഇതും നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ഇത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് ഇതിനെ y ബൈ എക്സിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് വൈ ബൈ എക്സ്. സോ ഐ എഫ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ മൈനസ് 1 ബൈ എക്സ് എന്നും ക്യൂ എന്ന് പറയുന്നത് 1 ആയിട്ട് എടുത്ത് നമുക്ക് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വഴിയും ഇത് സോൾവ് ചെയ്യാവുന്നതാണ്. സെയിം ആൻസർ തന്നെ ആയിരിക്കും കിട്ടുന്നത്. ഇപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഹോമോജീനിയസ് വെച്ചിട്ടാണ്. സോ പുട്ട് y ഇസ് ഈക്വൽ ടു വി എക്സ് ആൻഡ് dy by dx ഇസ് ഈക്വൽ ടു വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. അപ്പം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ഇക്വേഷൻ ഒന്ന് വേണമെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക ഒരു ബോക്സിനകത്തൊക്കെ ഇട്ട്. അപ്പോൾ നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തെറ്റിപ്പോകത്തില്ല. അപ്പോൾ ഇവിടെ വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് വി എന്നാണ്. തൊട്ട് മുന്നേ ചെയ്ത പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇവിടെ പർട്ടിക്കുലർ സൊല്യൂഷൻ ആണ്. ഇവിടെ ഞാൻ സി എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് എടുത്ത് കാണിച്ച് സോൾവ് ചെയ്ത് കാണിക്കാവേ. വിയും ക്യാൻസൽ ആയിപ്പോയി. dv is equal to 1 by x dx, integrating both sides. So v is equal to log x plus c എന്നാണ് എടുക്കുന്നത്. vക്ക് റീപ്ലേസ് ചെയ്യുക. y by x is equal to log x plus c. Put x is equal to 1 and y is equal to 0. അപ്പോൾ എന്ത് കിട്ടും ഇക്വേഷൻ therefore. അപ്പോൾ ഇതെന്താണ്, ഈ ഇപ്പം കിട്ടിയ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ സൊല്യൂഷനാണ്. ആർബിട്രറി കോൺസ്റ്റൻ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്തോട്ടാണ് നമുക്ക് ഈ എക്സിനും വൈക്കും വാല്യൂ ഇട്ട് കൊടുക്കേണ്ടത്. വൈക്ക് 0 ഇട്ട് കൊടുക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂ 1 ആകും, വിച്ച് ഈസ് ഈക്വൽ ടു ലോഗ് 1 പ്ലസ് സി. അപ്പോൾ 0 ലോഗ് 1 എന്ന് പറയുന്നതും 0 ആണ്. സോ സിയുടെ വാല്യൂ 0 എന്ന് കിട്ടും. Therefore, a required particular solution is y by x equal to log x plus 0. y is equal to x into log x എന്ന് പറഞ്ഞ് കിട്ടും. ക്ലിയർ ആണല്ലോ? Next question, find the general solution of the differential equation e raised to x tan y dx plus 1 minus e raised to x sec square y dy. ഇപ്പം നമുക്ക് ഏതൊരു മെത്തേഡ് സോൾവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കണമെങ്കിൽ എന്ത് അറേഞ്ച് ചെയ്യണം? ആദ്യം തന്നെ dy by dx അറേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ dx by dy അറേഞ്ച് ചെയ്യണം. അതാണ് 3 മെത്തേഡിലെയും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് dy by dx എന്ന് എഴുതാം. dy by dx is equal to negative e raised to x tan y divided by 1 minus e raised to x into 6 square y. ഓക്കെ, ഇത് നമുക്ക് വേരിയബിൾ സെപ്പറബിൾ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് എന്നാ ചെയ്യണം? വേരിയബിൾ സെപ്പറബിൾ തന്നെ ചെയ്യാം അല്ലേ? അതായത് വൈയുടെ ടേംസ് എല്ലാം കൂടെ LHSലോട്ട് കൊണ്ടുവരിക, എക്സിൻ്റെ ടേംസ് എല്ലാം കൂടെ RHSലോട്ടും കൊണ്ടുവരാം. സോ എന്താകും ഈക്വേഷൻ? sec square y by tan y dy is equal to ഈ മൈനസ് ഇ റൈസ് ടു എക്സിൻ്റെ ആ മൈനസ് ഞാൻ താഴോട്ട് കൊടുക്കുവാണെങ്കിൽ എന്ത് വരും? ഇ റൈസ് ടു എക്സ് മൈനസ് 1 dx എന്ന് വരും. ഇൻ്റഗ്രൽ ഇനി എങ്ങനെ ആയിരിക്കും ഇത് നോക്കിയേ? ഈ LHSലെ ഇൻ്റഗ്രേഷൻ എങ്ങനെ ആയിരിക്കും? ടാൻ വൈ ഉണ്ട്, സീക്ക് സ്ക്വയർ വഴിയുണ്ട്. അപ്പോൾ ടാൻ വൈക്ക് ടി എന്ന് കൊടുത്താൽ അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് സീക്ക് സ്ക്വയർ വൈ അല്ലേ? സോ 1/t എന്ന് ഇൻ്റഗ്രൽ വരും. 1/t എന്ന് പറഞ്ഞാൽ ലോഗ് ടി ആണ്. അപ്പോൾ ഇവിടെ ടി ആയിട്ട് എടുക്കുന്നത് ടാൻ വൈ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് വരും? ലോഗ് ടാൻ വൈ എന്ന് വരും.
which is equal to, അടുത്ത നോക്കിയാൽ മക്കളെ, ഡിനോമിനേറ്റർ ഇ റൈസ് ടു എക്സ് മൈനസ് 1 ആണ്. അതിന് നമ്മൾ ടി എന്ന് കൊടുത്താൽ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇ റൈസ് ടു എക്സ് എന്നാണ് കിട്ടുന്നത്. ഇവിടുത്തെ ന്യൂമറേറ്ററിൽ ഇ റൈസ് ടു എക്സ് കിടപ്പുണ്ട്. അപ്പോൾ അവിടെയും 1/t ആണ് ഇൻറ്റഗ്രൽ വരുന്നത്, ലോഗ് ടി. ടി ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇ റൈസ് ടു എക്സ് മൈനസ് 1 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസറും ലോഗ് ഇ റൈസ് ടു എക്സ് മൈനസ് 1. രണ്ടും ലോഗ് ആയതുകൊണ്ട് നമുക്ക് സി എയും വേണമെങ്കിൽ ലോഗ് സി എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ലോസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ലോഗ് രണ്ട് സൈഡിലും കളയാനായിട്ട് പറ്റും. വിച്ച് ഇംപ്ലൈസ് ലോഗ് ടാൻ വൈ ഈക്വൽ ടു ലോഗ് സി ഇൻറ്റു ഇ റൈസ് ടു എക്സ് മൈനസ് 1. രണ്ട് സൈഡിലെ ലോഗ് പോകുമ്പോൾ ടാൻ വൈ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ഇ റൈസ് ടു എക്സ് മൈനസ് 1. ഓക്കെ അല്ലേ? ലോഗ് എ പ്ലസ് ലോഗ് ബി, ലോഗ് എ ബി എന്ന് എഴുതിയതാണ്. രണ്ട് സൈഡിലും ആൻറ്റി ലോഗ് എടുത്തപ്പം ടാൻ വൈ ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ഇ റൈസ് ടു എക്സ് മൈനസ് 1. Next question. Find the general solution of the differential equation x into dy by dx is equal to y into log y minus log x plus 1. dy by dx is equal to x-നെ ഇങ്ങോട്ട് വരുമ്പം y by x, log a minus log b എന്ന് പറയുമ്പം അതെന്താണ്, log a by b ആണ് അല്ലേ. സോ log y by x plus 1. നമുക്ക് y by x എന്ന് ആദ്യം തന്നെ അറേഞ്ച് ചെയ്ത് എഴുതുവാണെങ്കിൽ എളുപ്പമാണ്. ജനറൽ സൊല്യൂഷൻ ആണ് ഇത്. y by x ഫോമിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം ഹോമോജീനിയസ് വെച്ചിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. y by x എന്നോ x by y എന്നൊക്കെ ക്വസ്റ്റ്യനെല്ലാം ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഹോമോജീനിയസ് പെട്ടെന്ന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സോ പുട്ട് y is equal to vx and dy by dx is equal to v plus x into dv by dx. v plus x into dv by dx is equal to v into log v plus 1. v plus x into dv by dx is equal to v into log v plus v. vയും vയും ക്യാൻസൽ ചെയ്തു. ഇനി എന്താണ്, വേരിയബിൾ സെപ്പറേറ്റ് ചെയ്യാം. സോ 1 by v log v dv is equal to 1 by x dx. സോ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന നോക്കിയേ, എൽ എച്ച് എസിലെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് 1 by v ഇൻറ്റു ലോഗ് വി ആണ്. അപ്പോൾ ഈ ലോഗ് വിയെ നമ്മൾ ടി ആയിട്ട് എടുത്താൽ അതിൻ്റെ ഡെറിവേറ്റീവ് 1 by v ആണ്. സോ 1 by v ഡി വി ഈക്വൽ ടു ഡി ടി എന്ന് പറഞ്ഞ് കിട്ടും അല്ലേ. സോ 1 by t, ഇവിടെ ടി എന്ന് പറഞ്ഞാൽ ലോഗ് വി ആണ്. സോ ഇതിൻ്റെ ആൻസർ ലോഗ് ഓഫ് ലോഗ് വി ലോഗ് ടി, ടി എന്ന് പറഞ്ഞാൽ ലോഗ് വി ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ലോഗ് എക്സ്. രണ്ടും ലോഗ് ആയതുകൊണ്ട് സിയും ലോഗ് സി എന്ന് പറഞ്ഞെടുക്കാം. ലോഗ് ഓഫ് ലോഗ് വി ഈക്വൽ ടു ലോഗ് സി എക്സ്. രണ്ട് സൈഡും ലോഗ് പോകുമ്പോൾ ലോഗ് വി ഈസ് ഈക്വൽ ടു സി എക്സ്. ലോഗ് വിയെ നമുക്ക് എങ്ങനെ എഴുതാം, വി റീപ്ലേസ് ചെയ്യാം. ലോഗ് ഓഫ് വൈ ബൈ എക്സ് ഇസ് ഈക്വൽ ടു സി എക്സ്. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം മക്കളെ, ഇ റൈസ് ടു, ഒന്നെങ്കിൽ അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടെ വേണമെങ്കിൽ എഴുതാം. ഒരു മിനിറ്റ്. y by x e raised to cx എന്ന് ജനറൽ സൊല്യൂഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ y by x e raised to cx എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ. Next question. If the solution of the differential equation dy by dx is equal to 2x minus y square by 2x square is ax by y equal to b into log x plus c. Find the value of a and b. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനും കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ എന്നാ ചെയ്യണം, കണ്ടുപിടിക്കാനായിട്ടുള്ളത് എയുടെയും ബിയുടെയും വാല്യൂസ് ആണ്.
അപ്പം നമുക്ക് ഈ സൊല്യൂഷൻ നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു മെത്തേഡ് വെച്ച് കണ്ടുപിടിച്ചിട്ട് ഈ ഒരു ഫോമിലാണെങ്കിൽ നമുക്കത് കോഎഫിഷ്യൻസ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേന് എയുടെയും ബിയുടെയും വാല്യൂസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സൊല്യൂഷൻ ഓൾറെഡി തന്നിട്ടുണ്ട്, ബട്ട് ഇൻ ടേംസ് ഓഫ് എ ആൻഡ് ബി ആണ് തന്നിരിക്കുന്നത്. വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി. ഓക്കെ, സോ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 2xy minus y square divided by 2x square. അപ്പോൾ ഈ 2x square കൊണ്ട് ഇതിനെ അങ്ങ് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 2 ക്യാൻസൽ, ഓരോ എക്സും പോകുമ്പോൾ ആദ്യത്തെ ടേം y ബൈ എക്സ് എന്നും രണ്ടാമത്തെ ടേം ഒരു 1/2 കോമൺ ഉണ്ട്, y ബൈ എക്സ് ദ ഹോൾ സ്ക്വയർ എന്നും വരും. സോ y ബൈ എക്സ് ഫോമിലായതുകൊണ്ട് നമുക്ക് ഹോമോജീനിയസ് ആയിരിക്കും അപ്ലൈ ചെയ്യുന്ന എളുപ്പം. പുട്ട് y by x is equal to v and dy by dx is equal to v plus x into dv by dx, and v plus x into dv by dx is equal to v minus 1/2 v square. v യും v യും cancel ആയി. വേരിയബിൾസ് സെപ്പറേറ്റ് ചെയ്യാം. 1/v square dv is equal to negative 1/2 x dx. രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ 1/v സ്ക്വയറിനെ നമുക്ക് ഇൻ്റഗ്രൽ v റൈസ് ടു -2 dv എന്ന് എഴുതുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു -1/2 കോൺസ്റ്റൻ്റ് ആണ്. ഇൻ്റഗ്രൽ 1/x dx. v റൈസ് ടു -2ൻ്റെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ v റൈസ് ടു -2 + 1/-2 + 1 ഈക്വൽ ടു -1/2 log x പ്ലസ് സി. ഞാൻ പ്ലസ് സി എന്ന് എഴുതാൻ കാര്യം ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സൊല്യൂഷനകത്തും പ്ലസ് സി എന്നേ ഉള്ളൂ, ലോഗ് സി എന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്. സോ ഇതെന്ത് വരും? -1/v v raised to -1 എന്നാണ്. അത് താഴെ വരുമ്പോൾ v raised to 1 ആകും. ദാറ്റ് ഈസ് -1/v ഈക്വൽ ടു -1/2 log x പ്ലസ് സി. ഞാനിവിടെ C1 എന്ന് കൊടുക്കുക. ഞാൻ പറയാം എന്തുകൊണ്ടാണ് എടുത്തതെന്ന്. ഇവിടെ രണ്ട് ടേമിനും നെഗറ്റീവ് ഉള്ളതുകൊണ്ട് ആ നെഗറ്റീവിനെ കളയാനായിട്ട് എന്ത് വരും? ത്രൂ ഔട്ട് നെഗറ്റീവ് കൊണ്ട് രണ്ട് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 1/v ഈക്വൽ ടു 1/2 log x minus c1, and minus c1 is another constant. So അതിനെ നമുക്കൊരു പ്ലസ് സി എന്ന് പറഞ്ഞ് എടുക്കാം. അതായത് വേർ -c1 is equal to capital C എടുത്തതേ ഉള്ളൂ. -c1 is another constant. അപ്പോൾ ഇനി വിക്ക് റീപ്ലേസ് ചെയ്യണം. വിക്ക് y ബൈ എക്സ് കൊടുക്കുമ്പോൾ x by y എന്ന് വരും, which is equal to 1/2 log x plus c എന്ന് വരും. ഇത് നമുക്ക് ആരുമായിട്ട് കമ്പയർ ചെയ്യണം? നമുക്കൊരു സൊല്യൂഷൻ തന്നിട്ടുണ്ട്. അതെന്താണ്? ax plus y ഈക്വൽ ടു b log x plus c എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് എയുടെ വാല്യൂ എന്തായിരിക്കും? ഇവിടെ എക്സ് ബൈ വൈ എന്ന് കിടക്കുന്ന 1 × x/y എന്ന് കിടക്കുന്നതുകൊണ്ട് എ ഈസ് ഈക്വൽ ടു 1 എന്നും, ഇവിടെ 1/2 log x എന്ന് കിടക്കുന്നതുകൊണ്ട് ബി എന്ന് പറയുന്നത് 1/2 ആയിരിക്കും. ഓക്കെ, next question. If m and n respectively are the order and degree of the differential equation, then find the value of m plus n. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് d by dx, that is derivative of dy dx the whole raised to 4 എന്ന് തന്നിരിക്കുന്നത്, which is equal to 0. അപ്പോൾ എന്നാ ചെയ്യണം? ഇതിൻ്റെ ഓർഡർ 1 ഡിഗ്രി 4 എന്നൊന്നും എഴുതി വെക്കല്ലേ. കാര്യം ഇതിൻ്റെ എന്താണ് എക്സ്പാൻഡഡ് ഫോം കണ്ടതിന് ശേഷം മാത്രമേ ഓർഡർ ഡിഗ്രി എന്നൊക്കെ എഴുതാവുള്ളൂ, അല്ലെങ്കിൽ തെറ്റിപ്പോവും. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് dy ബൈ ഡി എക്സ് ദ ഹോൾ റേസ് ടു 4 എന്ന് പറഞ്ഞാൽ 4 × dy ബൈ ഡി എക്സ് ദ ഹോൾ റേസ് ടു 3
into dy by dx ന്റെ ഡെറിവേറ്റീവ് ചെയിൻ റൂൾ ദാറ്റ് ഈസ് d square y by dx square which is equal to 0. അപ്പം ഇങ്ങനെ ഇതിനെ കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഓർഡർ ഡിഗ്രി എഴുതാവുള്ളൂ. ഇവിടെ ഓർഡർ എന്ന് പറഞ്ഞ് അവർ പറഞ്ഞിരിക്കുന്ന എം ആണ്. ആൻഡ് ഓർഡർ ഈസ് ഈക്വൽ ടു ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2 ആണ്. ആൻഡ് ഡിഗ്രി എന്ന് പറയുന്നത് ഇഫ് ദ ഗിവൺ പോളിനോമിയൽ if the given differential equation is polynomial, അപ്പോൾ ഇവിടെ പോളിനോമിയൽ തന്നെയാണ്, then ഡിഗ്രി എന്ന് പറയുന്നത് ഹയസ്റ്റ് പവർ ഓഫ് ദ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. സോ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഇവിടെ സെക്കൻഡ് ഓർഡർ ആണ്, അതിൻ്റെ പവർ എന്ന് പറയുന്നത് 1 ആണ്. സോ ഡിഗ്രി n is equal to 1. Therefore m plus n is equal to 2 plus 1 and which is equal to 3. Option 3. Next question. For what value of n is the following a homogeneous differential equation? അപ്പം ഇത് തന്നിരിക്കുന്നത് dy by dx is equal to x cube minus y raised to n divided by x square y plus xy square എന്ന്. നമുക്കറിയാം തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഹോമോജീനിയസ് ആണോ അല്ലയോ എന്ന് അറിയുന്നത് എന്താണ്? f of lambda x lambda y equal to lambda raised to 0 f of x y ആകുമ്പോഴാണ്. അപ്പോൾ ഇവിടുത്തെ ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് എക്സിന് നമ്മൾ ലാംഡ എക്സ് എന്ന് കൊടുക്കുമ്പം ലാംഡ ക്യൂബ് എക്സ് ക്യൂബ് എന്ന് വരും. വൈക്കും അതുപോലെ എന്ത് കൊടുക്കണം? ലാംഡ വൈ എന്ന് കൊടുക്കണം. സോ ലാംഡ വൈ റേസ് ടു എൻ എന്നാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്. ഓക്കെ, ഡിവൈഡഡ് ബൈ x square lambda x the whole square into then lambda y plus lambda x into lambda y the whole square. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പം ലാംഡ ക്യൂബ് ഇൻറ്റു എക്സ് ക്യൂബ് മൈനസ് ലാംഡ റൈസ് ടു 1 ഇൻറ്റു വൈ റൈസ് ടു 1 വൈ റൈസ് ടു n വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ ലാംഡ ക്യൂബ് എക്സ് സ്ക്വയർ വൈ എന്നും പ്ലസ് ലാംഡ ക്യൂബ് എക്സ് വൈ സ്ക്വയർ എന്നുമാണ് കിട്ടുന്നത്. അപ്പോൾ താഴത്തെ നിന്ന് ലാംഡ ക്യൂബ് കോമൺ എടുക്കാം. അപ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ വൈ പ്ലസ് എക്സ് വൈ സ്ക്വയർ എന്നും മേളിലത്തേതും ലാംഡ ക്യൂബ് തന്നെ വേണം പുറത്തെടുക്കാൻ. കാര്യം അത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്തിട്ട് 1 വരും. 1നെ നമുക്ക് ലാംഡ റൈസ് ടു 0 എന്ന് എഴുതണം. അങ്ങനെ ലാംഡ റൈസ് ടു ക്യൂബ് എന്ന് അല്ലെങ്കിൽ ലാംഡ ക്യൂബ് നമ്മൾക്ക് എടുക്കണമെങ്കിൽ n എന്തായിരിക്കണം? 3 ആയിരിക്കണം അല്ലേ? ഫോർ n is equal to 3 ഇവിടെ ഈ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഹോമോജീനിയസ് ആകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ലാംഡ ക്യൂബ് ഇൻറ്റു എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് എന്ന് വരണം ഫോർ n is equal to 3. അപ്പോൾ ഇതിൻ്റെ ഫോർ n is equal to 3 the differential equation is a homogeneous differential equation. ഓക്കെ, ഇതേപോലെ ഏതൊരു ക്വസ്റ്റ്യൻ വേണമെങ്കിലും പവർ മാറ്റിയിട്ട് ചോദിക്കാവുന്നതാണ്. Next question, write the sum of the order and degree of the following differential equation. അപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇത് ഡെറിവേറ്റീവ് ഓഫ് dy by dx ആണ് തന്നിരിക്കുന്നത്. സോ വി ഹാവ് ടു ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് dy by dx. അതിനുശേഷം മാത്രമേ ഓർഡർ ഡിഗ്രി എഴുതാവൂ. d by dx of dy by dx is equal to 5. Derivative of dy by dx is d square y by dx square and which is equal to 5 ആണ്. കാര്യം RHSൽ ഡെറിവേറ്റീവ് ഒന്നുമില്ല, അവിടെ കോൺസ്റ്റന്റ് മാത്രമാണ് നടക്കുന്നത്. LHSൽ മാത്രമാണ് ഡെറിവേറ്റീവ്. അപ്പോൾ ഇവിടെ ഓർഡർ എന്ന് പറയുന്നത് 2ഉം ഡിഗ്രി എന്ന് പറയുന്നത് 1ഉം ആണ്. ദർ സം ഓഫ് ഓർഡർ ആൻഡ് ഡിഗ്രി equal to 2 plus 1 equal to 3.
Next question. How many arbitrary constants are there in the particular solution of the differential equation? അപ്പം ഒരു പർട്ടിക്കുലർ സൊല്യൂഷനാണെന്ന് അവർ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഒരു പർട്ടിക്കുലർ സൊല്യൂഷനിൽ ആർബിട്രറി കോൺസ്റ്റൻസ് ഒന്നും ഇല്ല. ആർബിട്രറി കോൺസ്റ്റൻസിൻ്റെ എണ്ണം 0 ആണ് അല്ലേ. അപ്പം there is no arbitrary constants are there in the particular solution. But number of arbitrary constants എന്ന് പറയുന്നത് 0. Equal to 0. Next question. Solve the following differential equation dy by dx equal to x cube cosec y given that y of 0 is equal to 0. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്തൊന്നും പറഞ്ഞിട്ടില്ല ഫൈൻഡ് ദ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്നോ ജനറൽ സൊല്യൂഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മളത് മനസ്സിലാക്കണം. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? പർട്ടിക്കുലർ സൊല്യൂഷനാണ്. കാര്യം എങ്ങനെ മനസ്സിലായി? y ഓഫ് 0 ഈസ് ഈക്വൽ ടു 0 എന്ന് തന്നിട്ടുണ്ട്. ഇത് തരുന്ന എന്തിനു വേണ്ടിയാണ്? ആർബിട്രറി കോൺസ്റ്റൻസിൻ്റെ വാല്യൂ കാണാനായിട്ടാണ് ഇത് തരുന്നത്. അപ്പോൾ അങ്ങനെ അത് മനസ്സിലാക്കിക്കോണം. പർട്ടിക്കുലർ സൊല്യൂഷനാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ നോക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് വെച്ചിട്ട് തന്നെ നമുക്കത് ചെയ്യാവുന്നതാണ്. dy by dx is equal to x cube into cosec y 1 by cosec y dy is equal to x cube into dx. ഈ 1 by cosec y sin y എന്ന് എഴുതാം. sin y into dy is equal to x cube into dx. ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവ് കോസ് വൈ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു 4/4 പ്ലസ് സി. ഇനി നമുക്ക് ഇതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. പുട്ട് എക്സ് ഈസ് ഈക്വൽ ടു 0 ആൻഡ് വൈ ഈസ് ഈക്വൽ ടു 0 മൈനസ് cos 0 is equal to 0 plus c and c is equal to -1 എന്ന് പറഞ്ഞ് കിട്ടും. സിയുടെ വാല്യൂ -1 നമുക്ക് എവിടെ കൊടുക്കണം? ഈ ജനറൽ സൊല്യൂഷനകത്ത് കൊടുക്കണം. Therefore, minus cos y equal to x raised to 4/4 minus 1. ഈ നെഗറ്റീവ് അപ്പുറത്തോട്ട് പോകുമ്പോൾ cos y is equal to 1 minus x raised to 4/4 എന്ന് പറഞ്ഞ് എഴുതാം. Which is the required solution. Okay. Next question. Solve the differential equation. ഇത് തന്നിരിക്കുന്നത് x into dy minus y dx is equal to root of x square plus y square dx എന്നാണ്. അപ്പോൾ ഇവിടെ dxൻ്റെ 2 ടേം ഉണ്ട്. അത് അറേഞ്ച് ചെയ്ത് എഴുതുക. x into dy is equal to y dx plus root of x square plus y square dx. dx കോമൺ എടുക്കുക. x into dy is equal to y plus root of x square plus y square into dx. ഇതിൽ നിന്ന് dy by dx എന്ന് എടുക്കുക, which is equal to ഈ x കൊണ്ട് പുറത്ത് ഡിവൈഡ് ആകുമ്പം y by x plus root of x square plus y square by x എന്നാണ് വരുന്നത്. അപ്പം നോക്കിയേ dy by dx ഈ എക്സ് y by x അതുപോലെ തന്നെ ഈ റൂട്ടിൻ്റെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന എക്സിനെ നമുക്ക് റൂട്ടിനകത്തോട്ട് എടുക്കണമെങ്കിൽ അതിനെ എക്സ് സ്ക്വയർ എന്ന് എഴുതാമല്ലോ റൂട്ടിനകത്ത് വരുമ്പോൾ. ഓക്കെ, അപ്പോൾ എന്ത് വരും? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. ഈ റൂട്ടിനകത്താണ് ഇപ്പം എക്സ് സ്ക്വയർ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇതിനെ dy by dx is equal to y by x plus root of 1 plus y by x the whole square എന്ന് പറഞ്ഞ് എഴുതാം.
ഇത് ഞാൻ അറേഞ്ച് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ, ഇങ്ങനെ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ എഴുതുവാണെങ്കിൽ ഇപ്പോൾ വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് എഴുതുന്നത്. ഓക്കെ, dy/dx. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഇനിയും കൊടുക്കാം. പുട്ട് ഹോമോജീനിയസ് ആണ്, പുട്ട് y ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ y/x ഈസ് ഈക്വൽ ടു v ആൻഡ് dy/dx ഈസ് ഈക്വൽ ടു v പ്ലസ് x ഇൻറ്റു dv/dx. Therefore, v plus x into dv/dx is equal to v plus root of 1 plus v square. vയും vയും ക്യാൻസൽ ആയി. 1 by root of 1 square. 1നെ നമുക്ക് 1 square എന്ന് എഴുതാം. 1 square plus v square dv is equal to 1 by x dx. ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷനേ ഉള്ളൂ. അതിനകത്ത് y(0) അങ്ങനെ വൈയുടെ എക്സിനും വൈക്കും വാല്യൂസ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ അതിനർത്ഥം ഇത് ജനറൽ സൊല്യൂഷൻ കണ്ടാൽ മതി എന്നാണ്. സോ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ലോഗ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ വി ആണ്. സോ വി പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് വി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ലോഗ് എക്സ്. രണ്ട് സൈഡും ലോഗ് ആയതുകൊണ്ട് നമുക്ക് വേണേൽ ലോഗ് സി എന്ന് പറഞ്ഞു കൊടുക്കാം. ലോഗ് ഓഫ് റീപ്ലേസ് ചെയ്യാം. വിയെ നമുക്ക് y/x ആയിട്ട് റീപ്ലേസ് ചെയ്യാം. വിച്ച് ഈസ് പ്ലസ് 1 by y സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു ലോഗ് എക്സ് സി എന്ന് പറഞ്ഞ് എഴുതാവേ. രണ്ട് സൈഡിലെ ലോഗ് കളയുക. y പ്ലസ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് എൽ സി എടുക്കുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് എന്ന് വരും. കാര്യം റൂട്ടിനകത്താണ് എക്സ് സ്ക്വയർ, അത് വെളിയെ വരുമ്പോൾ എക്സ് ആകും. വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് സി. ഈ രണ്ടിൻ്റെയും ഡിനോമിനേറ്ററിൽ എക്സ് ആയതുകൊണ്ട് സോ വൈ പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ സി എന്ന് പറഞ്ഞ് എഴുതാം. വിച്ച് ഈസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. വിച്ച് ഈസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. Next question. Find the general solution of the following differential equation. X into dy by dx equal to y minus x into sin of y by x. അപ്പോൾ ഒരു y/x ഓൾറെഡി ഇവിടെ കിടപ്പുണ്ട്. ഇപ്പോൾ നോക്കിയാൽ മക്കളെ dy/dxൻ്റെ കോഎഫിഷ്യൻ്റ് ഒരു x കിടപ്പുണ്ട്. അതിനെ ത്രൂ ഔട്ട് x കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? y/x മൈനസ് ഇവിടെ x/x ചെയ്യുമ്പോൾ 1 ആകും മൈനസ് സൈൻ ഓഫ് y/x. അപ്പോൾ നമുക്കിത് കാണുമ്പോഴേ അറിയാം ഹോമോജീനിയസ് ആണെന്ന്. അപ്പം പുട്ട് y/x is equal to v എന്ന് പറഞ്ഞു കൊടുക്കുക. ആൻഡ് dy/dx കൂടുതലും ഹോമോജീനിയസ് ആൻഡ് ലീനിയർ ആണ്. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നതുകൊണ്ടാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന്. v പ്ലസ് എക്സ് ഇൻറ്റു dv/dx സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം v പ്ലസ് എക്സ് ഇൻറ്റു dv/dx ഈക്വൽ ടു v മൈനസ് സൈൻ ഓഫ് സൈൻ ഓഫ് v. വിയും വിയും ക്യാൻസലായി. ഇനി വേരിയബിൾ സെപ്പറേറ്റ് ചെയ്യാം. 1 by sin v dv ഈക്വൽ ടു നെഗറ്റീവ് 1 by x dx. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. 1 by sin എന്ന് പറയുന്നത് കൊസീക്ക് ആണ്. സോ കൊസീക്ക് വി ഡി വി ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് എക്സ് പ്ലസ് സി എന്ന് കൊടുത്താൽ മതി. കാര്യം LHSൽ ലോഗ് ഇല്ല. ഇതെടുക്കുമ്പം ഇൻ്റഗ്രൽ കൊസീക്ക് എന്ന് വെച്ചാൽ ലോഗ് കൊസീക്ക് വി മൈനസ്. അപ്പം നമുക്ക് ലോഗ് സി എന്ന് തന്നെ കൊടുക്കാവേ. ലോഗ് സി എന്ന് കൊടുക്കാം. അപ്പോൾ ഇൻ്റഗ്രൽ കൊസീക്ക് വി എന്ന് പറയുന്നത് ലോഗ് കൊസീക്ക് വി മൈനസ് കോട്ട് വി ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു ഇത് ലോഗ് എ മൈനസ് ലോഗ് ബി ആണ്. ദാറ്റ് ഈസ് ലോഗ് ഓഫ് എ ബൈ ബി ദാറ്റ് ഈസ് c/x എന്ന് കിട്ടും. അപ്പോൾ രണ്ട് സൈഡിലെയും ലോഗ് പോകുമ്പോഴത്തേന് എന്ത് കിട്ടും? കൊസീക്ക് വി മൈനസ് കോട്ട് വി ഈക്വൽ ടു c/x എന്ന് കിട്ടും. വിച്ച് ഇംപ്ലൈസ് എക്സ് ഇൻറ്റു കൊസീക്ക് വിക്ക് പകരം y/x എന്ന് കൊടുത്തു മൈനസ് എക്സ് ഇൻറ്റു അപ്പം രണ്ടും കൂടെ ഒരു ബ്രാക്കറ്റിൽ ഇടുക കോട്ട് ഓഫ് y/x ഈക്വൽ ടു c വിച്ച് ഈസ് ദ റിക്വയർഡ് സൊല്യൂഷൻ.
Next question. Find the particular solution of the following differential equation given that y is equal to 0 and when x is equal to pi by 4. So given dy by dx is equal to or plus y cot x equal to 2 by 1 plus sin x. അപ്പോൾ ഇത് കിടക്കുന്നത് ഏതാണ്? dy by dx plus py is equal to q form ആണ്, where p and q are functions of x ആണ്. അപ്പോൾ നമുക്കറിയാം ഇത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോമിലാണ് കിടക്കുന്നത്, where p എന്ന് പറയുന്നത് cot xും q എന്ന് പറയുന്നത് 2 by 1 plus sin x. Okay. So, integrating factor IF is equal to e raised to integral p dx. IF is equal to e raised to integral cot x dx. So, integral cot x എന്ന് പറയുന്നത് log sin x ആണ്. So, IF is equal to e raised to log sin x. അപ്പോൾ ഇ റേസ് ടു ലോഗ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആണ്. സോ ഇവിടെ ആൻസർ വരുന്നത് സൈൻ എക്സ് ആണ്. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ സൈൻ എക്സ്. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ മാത്രം ചോദിച്ചുകൊണ്ട് നമുക്ക് MCQസിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടതിന് ശേഷം ദ സൊല്യൂഷൻ റിക്വയർഡ് സൊല്യൂഷൻ ഈസ് therefore solution is y into IF equal to integral q into IF dx. y into IF എന്ന് പറയുന്നത് sin x ആണ്, which is equal to integral q എന്ന് പറയുന്നത് 2 by 1 plus sin x into IF എന്ന് പറയുന്നത് sin x dx. അപ്പോൾ ഇതെങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും? ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു RHSലെ തന്നിരിക്കുന്ന എക്സ്പ്രഷനെ ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ കിട്ടത്തുള്ളൂ. സോ y ഇൻറ്റു സൈൻ എക്സ് ഇസ് ഈക്വൽ ടു 2 ഒരു കോൺസ്റ്റൻറ്റ് അത് പുറത്തെടുക്കാം. ഇൻ്റഗ്രൽ സൈൻ എക്സിനെ നമുക്ക് 1 പ്ലസ് സൈൻ എക്സ് മൈനസ് 1 പ്ലസ് 1ഉം മൈനസ് 1ഉം അവിടെ ചെയ്തു, ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞ് എഴുതി. ഇത് അതിനുശേഷം സ്പ്ലിറ്റ് ചെയ്തു. y ഇൻറ്റു സൈൻ എക്സ് ഈക്വൽ ടു 2 ടൈംസ്, ദറ്റ് ഈസ് 2 കോമൺ ആണ് രണ്ട് ഇൻ്റഗ്രലിനും. ആദ്യത്തെ ഇൻ്റഗ്രൽ 1 പ്ലസ് സൈൻ എക്സ് ബൈ 1 പ്ലസ് സൈൻ എക്സ് അത് ഡി എക്സ് ആകും, ഇൻ്റഗ്രൽ ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ 1 ബൈ 1 പ്ലസ് സൈൻ എക്സ് ഡി എക്സ്. y ഇൻറ്റു സൈൻ എക്സ് ഈസ് ഈക്വൽ ടു 2 ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്, മൈനസ് ഈ 2 അകത്ത് ഈ രണ്ടാമത്തെ ടേമിനും ഉള്ളതാണ്. സോ 2 ഇൻറ്റു ഇൻ്റഗ്രൽ 1 ബൈ ഈ 1 പ്ലസ് സൈൻ എക്സിനെ നമുക്ക് കോസ് ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് എഴുതാം. കാര്യം കോസ് ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ആണ്. ഇപ്പോൾ ഇത് കിടക്കുന്നത് 1 പ്ലസ് കോസ് എക്സ് ഫോമില. 1 പ്ലസ് കോസ് എക്സ് എന്ന് പറയുന്നത് 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 ആണ്. ഇവിടെ ആ എക്സ് എന്ന് പറയുന്നത് പൈ ബൈ 2 മൈനസ് എക്സ് ആണ്. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? y ഇൻറ്റു സൈൻ എക്സ് ഇസ് ഈക്വൽ ടു 2x മൈനസ് 2 ഇൻറ്റു ഇൻ്റഗ്രൽ 1 ബൈ 2 കോസ് സ്ക്വയർ പൈ ബൈ 2 മൈനസ് എക്സ് ബൈ 2 എന്ന് പറഞ്ഞ് എഴുതാം. സോ പൈ ബൈ 2 മൈനസ് എക്സ് ബൈ 2 എന്ന് വെച്ചാൽ പൈ ബൈ 4 മൈനസ് എക്സ് ബൈ 2 ആണ്. 1 ബൈ കോസ് സ്ക്വയറിനെ നമുക്ക് സീക്ക് സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഈ 2ഉം ക്യാൻസൽ ആവുകയും ചെയ്യുവേ. So y into sin x is equal to 2x minus integral sec square pi by 4 minus x by 2 dx. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ടാൻ ആണ്. ഇവിടെ ടാൻ എക്സ് അല്ല, എക്സിൻ്റെ സ്ഥാനത്ത് പൈ ബൈ 4 മൈനസ് എക്സ് ബൈ 2 ഉണ്ട്. സോ പൈ ബൈ 4 മൈനസ് എക്സ് ബൈ 2ൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 1 ബൈ 2 കൂടെ വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ y ഇൻറ്റു സൈൻ എക്സ് ഈക്വൽ ടു 2x. അപ്പോൾ മൈനസ് 1 ബൈ 2ൻ്റെ മൈനസും ഈ മൈനസ് കൂടെ ചേർന്ന് പ്ലസ് ആകും. ഇവിടെ വീണ്ടും ഒരു 2 വരും. മൈനസ് എക്സ് ബൈ 2ൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 1 ബൈ 2 വരുമ്പോൾ 2 ന്യൂമറേറ്ററിൽ പോകും. സോ പ്ലസ് 2 എന്ന് പറഞ്ഞ് വരും. ടാൻ പൈ ബൈ 4 മൈനസ് എക്സ് ബൈ 2 എന്ന് പറഞ്ഞ് ഇടും. പ്ലസ് സി.
ഓക്കെ, അപ്പോൾ ഇവിടെ വൈയുടെയും എക്സിൻ്റെയും വാല്യൂ തന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? സിയുടെ വാല്യൂ കാണാൻ. അപ്പോൾ ഇതാണ് നമ്മളുടെ റിക്വയർഡ് ജനറൽ സൊല്യൂഷൻ. ഈ ജനറൽ സൊല്യൂഷനിൽ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ ഒന്ന് ഇട്ട് കൊടുത്തേ. പുട്ട് y is equal to 0 and x is equal to pi by 4. 0 is equal to എക്സിന് പൈ ബൈ 4 കൊടുക്കുമ്പോൾ പൈ ബൈ 2 പ്ലസ് 2 ടാൻ പൈ ബൈ 4 മൈനസ് പൈ ബൈ 8. 8 വന്നത് എക്സിന് പൈ ബൈ 4 കൊടുക്കുമ്പോൾ ഒരു 2 കൂടെ കിടപ്പുണ്ട്, ഇൻറ്റു പ്ലസ് സി. ഈ പൈ ബൈ 4 മൈനസ് പൈ ബൈ 8 എൽ സി എം എടുക്കുമ്പോൾ 8 പൈ മൈനസ് 4 പൈ ഡിവൈഡഡ് ബൈ 32, അതായത് 4 പൈ ബൈ 32 പൈ ബൈ 8 എന്ന് കിട്ടും. സോ സി ഈസ് ഈക്വൽ ടു മൈനസ്, അതിന് എപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് പൈ ബൈ 2 മൈനസ് 2 ടാൻ പൈ ബൈ 8 എന്ന് പറഞ്ഞ് കിട്ടും. സിയുടെ വാല്യൂ ആണ് ഇത്ര. അത് ഈ ജനറൽ സൊല്യൂഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാണിക്കുക. therefore required solution is y into sin x equal to 2x plus 2 into 2 tan pi by 4 minus x by 2 minus pi by 2 minus 2 tan pi by 8. Which is the required solution. Next question. Find the general solution of the following differential equation. So, ആദ്യം നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്ത് എഴുതാം. x dy equal to y plus 2x square dx dy by dx x കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ y by x പ്ലസ് 2x എന്ന് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ലീനിയറിൻ്റെ ഇതിൽ ചെയ്യാം, കാര്യം y by x ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ dy by dx മൈനസ് 1 by x y is equal to 2x, p is equal to minus 1 by x and q is equal to 2x. Integrating factor if is equal to e raised to integral p dx, e raised to integral minus 1 by x dx, e raised to minus log x, e raised to log of x raised to minus 1. n log a എന്ന് പറഞ്ഞാൽ log a raised to n ആണ്. അപ്പോൾ നമുക്കറിയാം e raised to log f of x എന്ന് പറഞ്ഞാൽ f of x. അപ്പോൾ ഇതിൻ്റെ ആൻസർ x raised to minus 1, that is 1 by x എന്ന് കിട്ടും. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ, ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ 1 by x എന്ന് കിട്ടിയാൽ സൊല്യൂഷൻ ഈസ് y into if is equal to integral q into if dx, y into 1 by x equal to integral q എന്ന് പറയുന്നത് 2x into 1 by x dx, y by x is equal to x cancel ആയി integral 2 dx, y by x is equal to 2x plus c and y is equal to 2x square plus cx. Which is the required solution. ഓക്കെ, അപ്പം നമുക്ക് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ എളുപ്പമാണ്. ഇതിനകത്തുനിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് മെത്തേഡ്സ് ഓഫ് സോൾവിങ് ആണ്. എസ് എ ക്വസ്റ്റ്യൻ ആണ്, 3 മാർക്ക് 4 മാർക്ക് ഓർ 5 മാർക്ക് ക്വസ്റ്റ്യൻസിനൊക്കെ ചോദിക്കാം. പിന്നെ ഡിഗ്രി അതുപോലെ ഓർഡർ അതിൻ്റെ സമ്മ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ MCQ ആയിട്ട് 1 മാർക്കിനൊക്കെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.